So good evening everyone. This is Dr. Manjula here. Today we will discuss some of the previous questions from OBG nursing. ഇത് 2023-2024 ചോദിച്ചിട്ടുള്ള നഴ്സിംഗ് ഓഫീസർ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. You are taking an obstetrical assessment of a lady. നിങ്ങൾ OBGയുടെ ഒരു അസസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് and it reveals that this is her third pregnancy and her first child was delivered at 38 weeks. Her second child was delivered at 34 weeks. Calculate the GTPAL score. അപ്പോൾ നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അവരുടെ കറണ്ട് പ്രഗ്നൻസി എന്ന് പറയുന്നത് തേർഡ് പ്രഗ്നൻസി ആണ്. ഇതിനു മുമ്പേ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി 38 വീക്സ് ആയപ്പോഴാണ് ഡെലിവറി ആയത് എന്ന് പറഞ്ഞാൽ ടേം ഡെലിവറി ആയിരുന്നു പ്രീവിയസ് ചൈൽഡ്. ഇത് അവരുടെ സെക്കൻഡ് ചൈൽഡ് 34 വീക്സിലാണ് ഡെലിവറി ആയത്. അപ്പോൾ 2 കുട്ടികൾ ഓൾറെഡി ഉണ്ട്, ഇത് മൂന്നാമത്തെ ആണ്. ദിസ് ഇസ് ഹെർ തേർഡ് പ്രഗ്നൻസി. ഇപ്പൊ ആദ്യത്തെ കുട്ടി 38ാമത്തെ ആഴ്ചയിലാണ് ഡെലിവറി ആയെന്ന് വെച്ചാൽ ടേം ആണ്. രണ്ടാമത്തെ കുട്ടിയാണെങ്കിലോ 34 വീക്സ് പ്രീ ടേം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് അസസ്മെന്റ് റിവീൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ലേഡിയുടെ GTPAL സ്കോർ എന്താണ് എന്നതാണ് ചോദ്യം. എന്താണ് GTPAL സ്കോർ പറയാവോ? G stands for gestation, T for term pregnancy, P for preterm, A stands for abortion and L for live births. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ GTPAL സ്കോർ എന്താണ്? ഇതിലേതാണ് ഉത്തരം? GTPAL സ്കോർ yes, the answer is 31102. 3 എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിഡ. ഗ്രാവിഡ എന്ന് വെച്ചാൽ കറണ്ട് പ്രഗ്നൻസി ഉൾപ്പെടെ എത്ര പ്രഗ്നൻസി, ടോട്ടൽ നമ്പർ ഓഫ് പ്രഗ്നൻസീസ് ആണ് ഗ്രാവിഡ എന്ന് ഉദ്ദേശിക്കുന്നത്. ടി എന്ന് പറയുന്ന ടേം വിച്ച് ഹാസ് റീച്ച് 37 വീക്സ്. പി എന്ന് പറയുന്ന പ്രീ ടേം ബിറ്റ്വീൻ 20 and 36 weeks. Then A stands for abortion, that is ending the pregnancies before 20 weeks of gestation. 20 weeks ആവുന്നതിന് മുന്നേ എത്ര പ്രഗ്നൻസി അബോർഷൻ ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൽ സ്റ്റാൻഡ്സ് ഫോർ ലിവിങ്, ദറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലിവിങ് ചിൽഡ്രൻ ദ patient, the lady has. Patient അല്ല, the lady has. So the answer is 3 എന്ന് പറയുന്നത് 3 ഗ്രാവിഡ ആണ്. ഇത് തേർഡ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു. ഇതിനകത്ത് 1 ടേം ഉണ്ട്, 1 പ്രീ ടേം ഉണ്ട്, അബോർഷൻ ഒന്നുമില്ല 0, ആൻഡ് 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലിവിങ് ചിൽഡ്രൻ. സോ ദാറ്റ് ഇസ് 2. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ടു എ ആന്റിനേറ്റൽ മദർ ഫോർ fetal lung maturation? So fetal lung maturation ഏത് ഡ്രഗ് ആണ് നമ്മൾ കൊടുക്കുക? ബ്രോമോക്രിപ്റ്റിൻ, മെറ്റാപ്രലോൾ, ബീറ്റാമെത്തസോൺ, മെറ്റോക്ലോപ്രമൈഡ്. സോ ഇതിൽ ഏതാണ് നമ്മൾ പ്രീടേം പ്രഗ്നൻസിയിൽ ഡെലിവറി ആവുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നത്? സ്റ്റീറോയിഡ് ആണ്, ബീറ്റാ മെത്തസോൺ. എന്തിനാണ്? ലങ് മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ബീറ്റാ മെത്തസോണിന്റെ ഡോസ് എന്താണ്? 12 mg IM, 2 doses 24 hours apart. And how does it act? It helps the type 2 pneumocytes in the lungs to produce surfactant. അപ്പോൾ പ്രീടേം ബേബീസിന് സർഫാക്റ്റന്റിന്റെ ലെവൽസ് കുറവായിരിക്കുമല്ലോ ലങ്സിൽ. അപ്പോൾ അറ്റ്ലക്റ്റിയാസിസ് വരാനും റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ബീറ്റാമെത്തസോൺ കൊടുക്കും. സോ ദാറ്റ് ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ ടൈപ്പ് 2 pneumocytes to produce the surfactant, right? So that is the action. അപ്പോൾ യൂഷ്വലി നമ്മളിത് കൊടുക്കുന്നത് 24 to 34 weeks of gestationലാണ്. who are at risk of preterm delivery. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക ഇവർക്ക് പ്രീടേം ഡെലിവറി ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കും between 24 to 34 weeks of gestation. Along with that, we give magnesium sulfate also for the neuroprotective effect.
Next question, what are the benefits of kangaroo mother care? This is an important area in examination. Kangaroo mother care. It helps. What are the benefits? It helps to maintain the temperature. It is helpful in breastfeeding. It increases the affinity between or the bondage between mother and child. All of the above. So, benefits of kangaroo mother care. Idella kangaroo mother care benefits aanu. Appo endana kangaroo mother care? Skin to skin care aanu, allengi skin to skin contact between the mother and the child, or any mother thanne avanamilla, any caregiver, father avam allengi anybody it could be. So it is the skin to skin contact between the preterm baby, usually given for the preterm baby, and its caregiver. അപ്പോൾ അവിടുത്തെ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ള കോമ്പണൻസ്? കാംഗറൂ മദർ കെയർ എന്ന് പറയുന്നത് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, ആൻഡ് ദറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഏർലി ഡിസ്ചാർജ് ആൻഡ് ഫോളോ അപ്പ്. സോ അഡ്വാൻറ്റേജ് എന്താണ്? KMCയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, you can regulate the baby's body temperature, heart rate and breathing. ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാംഗറൂ മദർ കെയർ. അപ്പോൾ അമ്മയുടെ ചെസ്റ്റിൽ കൊച്ചിനെ വെച്ചിട്ട് ബിറ്റ്വീൻ ദ ബ്രസ്റ്റ് the baby is positioned and kept there. What are the benefits? ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതാണ് ഈ കാംഗറൂ മദർ കെയർ. സോ ഇറ്റ് റെഡ്യൂസസ് മോർട്ടാലിറ്റി ഇൻ പ്രീടേം ബേബീസ്, ഇംപ്രൂവ്സ് തെർമോ റെഗുലേഷൻ, ദറ്റ് ഈസ് ദ ടെമ്പറേച്ചറിൻ്റെ റെഗുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സക്സസ്, ഐ മീൻ ഇറ്റ് എൻഹാൻസസ് ദ സക്സസ് ഓഫ് ദ ബ്രസ്റ്റ് ഫീഡിങ്. പിന്നെ മദർ ചൈൽഡ് ബോണ്ടേജിന് ഹെൽപ്പ് ചെയ്യുന്നു, ആൻഡ് ഡിക്രീസസ് further any hospital acquired infection. So ഇത്രയും ബെനിഫിറ്റ് ഉണ്ട് ഈ സിമ്പിൾ കാംഗറൂ മദർ കെയർ കൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, the microorganism that is usually part of the normal vaginal flora but can cause meningitis in newborn. എന്താണ്? അമ്മയുടെ വജൈനയിലുള്ള നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയ ആണ്, മൈക്രോ ഓർഗാനിസം ആണ്, പക്ഷെ അത് കുഞ്ഞിന് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കാം. അതേത് organism ആണ്? മൈക്രോ ഓർഗാനിസം. കോർണിബാക്ടീരിയം സ്പീഷീസ്, കാൻഡിഡ albicans, ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കൈ, സ്റ്റഫൈലോകോക്കസ് epidermidis. So the microorganism that is usually part of the vaginal flora, നോർമൽ വജൈനൽ ഫ്ലോറയാണ്, പക്ഷെ കൊച്ചിന് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കും ന്യൂ ബോൺസിന്. ഏതാണത്? കൊറിയൻ ബാക്ടീരിയം സ്പീഷീസ്, കാൻഡിഡ albicans, ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ്. ഏതാണ് ഉത്തരം? ദി ഓപ്ഷൻ ഇസ് ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കൈ. Okay, group B streptococci, they are actually commensals, they are present in the normal vaginal flora, but in newborns it can cause neonatal sepsis, early onset neonatal sepsis, late onset infections like meningitis. അപ്പോൾ within first 7 days അത് neonatal sepsis ഉണ്ടാക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ after 7 days we can see, it is also called as late onset infection, we can see meningitis in newborn. And how is it happening? Transmission occurs during the vaginal delivery. If മദറിന് ഒരുപാട് മദറിൻ്റെ വജൈനയിൽ ഒത്തിരി കോളനൈസേഷൻ ഉണ്ടെങ്കിൽ, ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കയുടെ ഒത്തിരി കോളനൈസേഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുട്ടികളിൽ ലേറ്റ് ആയിട്ട് ആഫ്റ്റർ 7 days they can develop meningitis. Okay, so how can you prevent this? So we can do the maternal screening for group B streptococci by taking vaginal swabs or rectal swabs at 35 to 37 weeks of gestation. Then you can also start with intrapartum antibiotic prophylaxis. Okay, so മറ്റ് ഓപ്ഷൻസ് ആണ്. കൊറിയൻ ബാക്ടീരിയം സ്പീഷീസ് എന്ന് പറയുന്നത് നോർമൽ സ്കിൻ ഫ്ലോറയിൽ കാണുന്നതാണ്. അത് ഇറ്റ്സ് എ നോർമൽ സ്കിൻ ഫ്ലോറ, പക്ഷെ ന്യൂ ബോൺസിന്
it is rarely pathogenic. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. കാൻഡിഡ ആൽബിക്കൻസ് അറിയാലോ, ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ന്യൂ ബോൺസിൽ ക്രഷ് അതുപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും, എസ്പെഷ്യലി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ന്യൂ ബോൺസ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ കോസ് ഓഫ് മെനിഞ്ചൈറ്റിസ്. പിന്നെ സ്റ്റെഫലോകോക്കസ് എപ്പിഡെർമൈഡിസ് ആണെങ്കിൽ ഇതൊരു സ്കിൻ ഓർഗാനിസം ആണ്, പക്ഷെ it also doesn't cause meningitis. Next question, what is the drug of choice in the management of convulsions in pre-eclampsia, in eclampsia? So convulsions, eclampsia convulsions വരുമ്പോൾ ഏത് ഡ്രഗ് ആണ് കൊടുക്കുന്നത്? ഡയപ്സിപ്പം, പെത്തഡിൻ, മെഗ്നീഷ്യം സൾഫേറ്റ്, ആംപിസിലിൻ. It's a direct answer, magnesium sulfate. ഇതും ഒരു ഫേവറേറ്റ് ഏരിയ ആണ് ക്വസ്റ്റ്യൻ മേക്കേഴ്സിൻ്റെ. അപ്പോൾ എക്ലാംസിയ, പ്രീ എക്ലാംസിയ അത് പഠിച്ചോളൂ. എസ്പെഷ്യലി മെഗ്നീഷ്യം, ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ട്രീറ്റ്മെൻറ്റ് റെജിമെൻ. ഇപ്പോൾ മെഗ്നീഷ്യം ടോക്സിസിറ്റി, മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കും, മെഗ്നീഷ്യം ടോക്സിസിറ്റി ക്യാൻ ഒക്കർ. ഇതിനെപ്പറ്റിയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെവൽ തെറാപ്പറ്റിക് ലെവലിൽ വളരെ കൂടുതലായിട്ട് മാറുമ്പോഴാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. 4 to 7 മില്ലി ഇക്വലൻസ് പെർ ലിറ്ററിന് മുകളിലേക്ക് പോകുമ്പോഴാണ് ടോക്സിസിറ്റി. സിവിയർ ടോക്സിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണ്? more than 10 milli equivalents per liter, and that can lead to respiratory depression, cardiac arrest and death. So idum important ആണ്. ഈ സ്ലൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏർലി സൈൻസ് ഓഫ് ടോക്സിസിറ്റി ആൻഡ് ലേറ്റ് ഓർ മൈൽഡ് ടോക്സിസിറ്റിയുടെ സൈൻസ് എന്താണ്, സിവിയർ ടോക്സിസിറ്റിയുടെ സൈൻസ് എന്താണ് എന്നുള്ളത് അറിയുക. മൈൽഡ് ടോക്സിസിറ്റി എന്ന് വെച്ചാൽ ബിറ്റ്വീൻ 4 to 10 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ. അങ്ങനെയാണ് ആദ്യം കാണുന്ന സൈൻ എന്താണ്? നമ്മുടെ ലോസ് ഓഫ് ഡീപ്പ് ടെൻഡൻ റിഫ്ലെക്സസ്. അപ്പോൾ ഇതൊരു ഏർലി സൈൻ ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഏർലി സൈൻ ഓഫ് മെഗ്നീഷ്യം ടോക്സിസിറ്റി? അതും മൈൽഡ് ടോക്സിസിറ്റിയുടെ ഏർലി സൈൻ ആണ് ഡീപ്പ് ടെൻഡൻ റിഫ്ലെക്സസിൻ്റെ ആബ്സെൻസ്. Then they can also develop nausea, flushing, muscle weakness, double vision and slurred speech. So this one, the first point, is a very important question that you can get. Next is severe toxicity. ഞാൻ പറഞ്ഞു more than 10 milli equivalents per liter ആകുമ്പോഴാണ് severe toxicity എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുക? respiratory depression ഉണ്ടാകും. That is, how do you know respiratory depression? The patient is going to respiratory depression, the respiratory rate comes down. Then you can also see cardiac conduction abnormalities like ECG യിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്? prolonged PR and QT intervals and bradycardia. ഹാർട്ട് റേറ്റ് കുറയും. ഇപ്പോൾ റെസ്പിറേറ്ററി റേറ്റ് കുറയും, ഹാർട്ട് റേറ്റ് കുറയും. ECG യിൽ എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്? PR-ഉം QT ഇൻ്റർവൽസും പ്രൊലോങ്ഡ് ആയിരിക്കും. Then hypotension and cardiac arrest. Okay, so that is two very important questions that you can get. Now, how do you manage this toxicity? Idum വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോപ്പ്. അപ്പോൾ ടോക്സിസിറ്റി ഉള്ളവർക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? മെഗ്നീഷ്യം സൾഫേറ്റ് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അഡ്മിനിസ്റ്റർ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഇസ് ദി ആൻറ്റിഡോട്ട് ഓഫ് മെഗ്നീഷ്യം സൾഫേറ്റ്. So 10 ml of 10% calcium gluconate, that is 1 gram. It is given IV and slowly, okay, slowly over 10 minutes. അപ്പോൾ ഈ മെഗ്നീഷ്യം സൾഫേറ്റ് ടോക്സിസിറ്റി ഉള്ളവർക്ക് ആൻറ്റിഡോട്ട് എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻറ്റിഡോട്ട്? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആണ്. അത് നമ്മൾ എങ്ങനെ കൊടുക്കും? അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് കൊടുക്കുക? സ്ലോ IV ആയിട്ടാണ് കൊടുക്കേണ്ടത്. അത് എത്ര കൊടുക്കും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 10 ml of 10% calcium gluconate, it is given slowly over 10 minutes. പിന്നെ നമ്മുടെ അതർ സപ്പോർട്ടീവ് മെഷേഴ്സ്, വൈറ്റൽസ് ഒക്കെ മോണിറ്റർ ചെയ്യുക, ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യുക. ഇഫ് ദർ ഇസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഗിവ് oxygen support, IV fluids, so that the renal excretion of magnesium will be enhanced. And if there is a severe respiratory failure, mechanical ventilation may be required. And periodically check the serum magnesium levels. Okay, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ആൻറ്റിഡോട്ട് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. അതെങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത്. ഹൗ ക്യാൻ യു പ്രിവെൻറ്റ് ദ ടോക്സിസിറ്റി? ഇപ്പം ഞാൻ ഇത്രയും 3-4 സ്ലൈഡ് എടുത്തത് പറയുന്നതിന് കാരണം മനസ്സിലാവില്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ ഡോസ്
മെഗ്നീഷ്യം കൊടുക്കുന്നതിന് മുമ്പും എവറി ഡോസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതും അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ബിഫോർ എവറി ഡോസ് യു ഹാവ് ടു ചെക്ക് ദ ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ്. ഇഫ് ഇറ്റ് ഈസ് ആബ്സെൻറ്റ്, do not administer it. Okay, the second thing is keep checking the respiratory rate. If it is less than 12, do not administer magnesium sulfate. മൂന്നാമത്തെ എന്താണ്? യൂറിൻ ഔട്ട്പുട്ട് നോക്കുക. അത് if it is less than 100 ml per 4 hours, there is a risk of, അപ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മെഗ്നീഷ്യം കൊടുത്താൽ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും ശരീരത്തിൽ. ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ത്രൂ ദ യൂറിൻ, ഇറ്റ് വിൽ നോട്ട് ബി എക്സ്ക്രീറ്റഡ് ത്രൂ ദ യൂറിൻ. സോ യു ക്യാൻ മേക്ക് എ അസസ്മെൻറ്റ് that magnesium can get retained. അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് 4 മണിക്കൂറിൽ 100 ml കുറവാണെങ്കിൽ നമ്മൾ മെഗ്നീഷ്യം വിത്ത്ഹോൾഡ് ചെയ്യണം, കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു പ്രിവെൻറ്റ് മെഗ്നീഷ്യം ടോക്സിസിറ്റി. ഓക്കെ, ഒരു 6-7 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ 4 സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടിയിട്ടുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രൈമസ്റ്റർ വൈസ് വെയിറ്റ് ഗെയിൻ ഇൻ പ്രഗ്നൻസി? ഓരോ ട്രൈമസ്റ്ററിലും എത്ര വെയിറ്റ് ആണ് ഗെയിൻ ചെയ്യുന്നത്? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 1, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ 5, തേർഡ് ട്രൈമസ്റ്ററിൽ 2. അതാണോ അതോ 5-5 പ്രൊപ്പോർഷനിലാണോ? 1-5-5 ആണോ? 5-5-5 ആണോ? എല്ലാ 3 ട്രൈമസ്റ്ററിലും ഈക്വലായിട്ട് 5 kg വീതമാണോ കൂടുന്നത്? ഉത്തരം എന്താണ്? ഉത്തരം ഈസ് 1-5-5. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 1 kg, സെക്കൻഡിൽ 5 kg, തേർഡിൽ 5 kg. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 to 12 വീക്സിൽ 1 kg ആണ്. അല്ലെങ്കിൽ മിനിമൽ വെയിറ്റ് ഗെയിൻ നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് എന്തുകൊണ്ടാണ്? നോസിയ, വോമിറ്റിംഗ് ഇതെല്ലാം ഉണ്ട്. അതുപോലെ ഫീറ്റസും വളരെ ചെറുതാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിലാകുമ്പോൾ 5 kg, അപ്രോക്സിമേറ്റ്ലി 0.5 kg പെർ വീക്കാണ്. ഇവിടെ എന്താ വെച്ചാൽ ഫീറ്റൽ ഗ്രോത്ത് കുറച്ചും കൂടെ വേഗത്തിലാവും. അതുപോലെ തന്നെ ബ്ലഡ് വോളിയം കൂടും, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവുന്നു. അതുപോലെ യൂട്രൈൻ എക്സ്പാൻഷൻ ഓൾസോ ഹാപ്പൻസ്. ആൻഡ് ദ തേർഡ് ട്രൈമസ്റ്ററിൽ ദറ്റ് ഈസ് ബിറ്റ്വീൻ 27 to 40 weeks, it increases up to 5 kg because of the continuous fetal growth and the maternal fat and fluid accumulation. Next question, fetal distress. In fetal distress, what is the color of the amniotic fluid? This is also a direct question. Golden color, dark brown, meconium stained, yellow color. അപ്പോൾ fetal distress ൻ്റെ ഒരു സൈൻ ആണ് meconium stained amniotic fluid അല്ലേ? മെക്കോണിയം എന്ന് പറയുന്നത് എന്താണ്? ബേബിയുടെ ഫസ്റ്റ് സ്റ്റൂളാണ്. അത് ബേബിക്ക് ഡിസ്ട്രസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഫീറ്റൽ ഹൈപ്പോക്സി ഉണ്ടാവുമ്പോൾ ഇറ്റ് വിൽ ബി റിലീസ്ഡ് ഓർ ഇറ്റ് വിൽ ബി പാസ്ഡ് ഇൻ ടു ദ amniotic fluid. സോ ദി amniotic fluidൻ്റെ കളറ് ക്യാൻ ചേഞ്ച്. അപ്പോൾ തിൻ മെക്കോണിയം ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ ആയിരിക്കും amniotic fluid. And if it is thick meconium, then it is dark green or brown in color. So normally നമ്മുടെ amniotic fluid നല്ല ഒരു ക്ലിയർ കളർ, ഒരു ഗോൾഡനിഷ് കളർ ആണല്ലോ. അപ്പോൾ അത് ഡാർക്ക് ബ്രൗൺ ആവുകയാണെങ്കിൽ that also indicates old meconium. So the color of the meconium, if it is light, കുറച്ച് മെക്കോണിയമേ ഉള്ളൂ എങ്കിൽ തിൻ ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ, തിക്ക് ആണെങ്കിൽ ഡാർക്ക് ഗ്രീൻ. Next question, the thinnest part of the fallopian tube, isthmus, infundibulum, ambula, intramural. അപ്പോൾ ഈ fallopian ട്യൂബിൻ്റെ അനാറ്റമി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ thinnest part ഏതാണ് പറഞ്ഞേ? thinnest part is called as the isthmus. So other that is near to the uterus. This is the smallest. It has thick muscular wall. Okay, it has thick muscular wall. പക്ഷേ ഡയമീറ്റർ നോക്കുകയാണെങ്കിൽ ഇത് സ്മോളസ്റ്റ് പോർഷൻ. അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ എന്താ ചെയ്യുക, ട്യൂബൽ ലൈഗേഷൻ ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ thinnest part of the ഫലോപ്പിയൻ ട്യൂബ്. മറ്റേ പാർട്സ് ഒക്കെ ഏതാണ്? ഇൻഡസ്ട്രീഷ്യൽ പാർട്ട് അല്ലെങ്കിൽ ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത് യൂട്രൈൻ വാളിനകത്തേക്ക് വരുന്നതാണ്. ഇസ്തമസ് എന്ന് പറയുന്നത് നാരോ ആൻഡ് ഇറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നാരോ ബട്ട് ഇറ്റ്സ് തിക്ക് വാൾഡ്. ആംബുല എന്ന് പറയുന്ന വൈഡർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ദ പ്ലേസ് വെർ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. ദിസ് ഓൾസോ കുഡ് ബി അനദർ ക്വസ്റ്റ്യൻ. സോ ആംബുല ഈസ് ദ പ്ലേസ് വെർ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. പിന്നെ ഇൻഫൻറ്റിബുലം എന്ന് പറയുന്നതാണ് ഒരു ഫണൽ പോലെ ഉണ്ടല്ലോ,
funnel polata and just above the ovary. So this is the ovary and you have it over the funnel end infundibulum ennu parayunnathu. Next question, placenta completely covering the opening of the cervix is called as. അപ്പോൾ ഈ സെർവിക്സിൻ്റെ ഓപ്പണിംഗ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാസെൻ്റ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? ബ്രബ്ഷ്യോ പ്ലാസെൻ്റ, പ്ലാസെൻ്റ അക്രീറ്റ, പ്ലാസെൻ്റ പ്രീവിയ, പ്ലാസെൻ്റ പെർക്രീറ്റ. എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് സെർവിക്സിന് കവർ ചെയ്യുന്നു എങ്കിൽ നമ്മളതിന് പ്ലാസെൻ്റ പ്രീവിയ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ പ്ലാസെൻ്റ കംപ്ലീറ്റ്ലി കവേഴ്സ് ദ ഓപ്പണിംഗ് ഓഫ് ദ സെർവിക്സ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്ലാസെൻ്റ പ്രീവിയ. ഇതിൽ സൈൻസ് എന്തൊക്കെയാണ്? പെയിൻലെസ് വജൈനൽ ബ്ലീഡിങ്, വേദന ഉണ്ടാവില്ല, ബട്ട് ഇറ്റ് ഈസ് പെയിൻലെസ്, എസ്പെഷ്യലി ഇൻ ദ തേർഡ് ട്രൈമസ്റ്റർ. സോ ദാറ്റ് ഈസ് ദ ഹോൾമാർക്ക് സിംറ്റം. തേർഡ് ട്രൈമസ്റ്ററിൽ പെയിൻലെസ് ബ്ലീഡിങ് ആണെങ്കിൽ നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം പ്ലാസെൻ്റ പ്രീവിയ ആണെന്ന്. So how is it diagnosed? Transvaginal ultrasound ആണ്. How is it managed? Bed rest and monitoring in mild cases. And cesarean section is mandatory. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റും? ബേബിയുടെ ഹെഡ് വന്നിട്ട് അതിൽ ഡിസെൻഡ് ചെയ്യുമ്പോൾ it can compress the placenta and cut off the circulation to the baby. So cesarean section is mandatory in this case. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അബ്രപ്ഷ്യോ പ്ലാസെൻ്റ. എന്താണ് അബ്രപ്ഷ്യോ പ്ലാസെൻ്റ എന്ന് പറയുന്നത്? പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് പ്ലാസെൻ്റ ബിഫോർ ഡെലിവറി. അപ്പോൾ നോർമലായിട്ടുള്ള പ്ലാസെൻ്റ, നോർമലായിട്ട് യൂട്രൈൻ വാളിൽ ഇംപ്ലാന്റഡ് ആയിട്ടുള്ള പ്ലാസെൻ്റ ഡെലിവറിക്ക് മുന്നേ തന്നെ അത് പ്രിമച്വർലി സെപ്പറേറ്റ് ചെയ്ത് വരുന്നതാണ്. സോ വാട്ട് ഹാപ്പൻസ്? ദർ വിൽ ബി പെയിൻഫുൾ ബ്ലീഡിങ് and also fetal distress occurs. അപ്പോൾ അബ്രപ്ഷ്യോ പ്ലാസെൻ്റയിൽ പെയിൻഫുൾ ബ്ലീഡിംഗ് ആണ്, പെയിൻഫുൾ വജൈനൽ ബ്ലീഡിങ്, അതുപോലെ തന്നെ ഫീറ്റൽ ഡിസ്ട്രസ്സും കാണും. അടുത്ത എന്താണ്? പ്ലാസെൻ്റ അക്രീറ്റ. പ്ലാസെൻ്റ അക്രീറ്റ എന്ന് പറയുന്നത് യൂട്രൈൻ മയോമെട്രിയത്തിലേക്ക് abnormally it is attached, but it does not without penetrating it. So there is an increased chance of postpartum hemorrhage. So placenta accreta, the placenta is adhered abnormal to the uterine myometrium without penetrating it, and it can cause, or it is a reason for postpartum hemorrhage. Then placenta previa നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്ലാസെൻ്റ പെർക്രീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിയർ ഫോം ഓഫ് പ്ലാസെൻ്റൽ ഇൻവേഷൻ വേർ the placenta will penetrate into the nearby, especially the bladder, through the uterine wall, and it penetrates into the nearby organs like the bladder. So that's placenta percreta. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. സോ 1, 2, 3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇവിടെ കിട്ടിയില്ലേ? അടുത്തത്, which is the late complication of molar pregnancy? Which is the late complication of molar pregnancy? Hemorrhage, sepsis, preeclampsia, choriocarcinoma. Molar pregnancy late complication എന്താണ്? The answer is choriocarcinoma. Choriocarcinoma എന്ന് പറഞ്ഞാൽ അതൊരു മാലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. That is gestational trophoblastic neoplasia, which is malignant. And molar pregnancy ആയതിനു ശേഷം it can develop it can take weeks to years to develop after molar pregnancy. So ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? മോളാർ pregnancy-ക്ക് ശേഷം or even after you remove the moles, molar pregnancy, the HCG level will still be persistently elevated. So that is a sign or indication. And the treatment is usually chemotherapy, that is methotrexate. Next question, which is correct about preterm labor? Reduce infection, use corticosteroids, avoid tocolytics. So ആദ്യത്തെ ഇതിൽ ഏതൊക്കെയാണ് പ്രീറ്റേം ലേബറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്?
First option is A and B, that is reduce infection, use corticosteroids. Second option is B and C, that is use corticosteroids, avoid tocolytics. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? A and C, that is reduce infection, avoid tocolytics. And fourth option is എല്ലാം A, B and C. ഇപ്പം ഇത് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. അതിൽ തന്നെ ഇങ്ങനത്തെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, പല ഇതിലേത് ഒരൊറ്റ സിംഗിൾ ആൻസർ അല്ല, 2-3 ഒക്കെ ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും. സോ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടാവും, അത് തെറ്റിക്കാതെ ശ്രദ്ധിച്ച് നോക്കി എഴുതുക. അപ്പോൾ ഈ ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇത് A, B, C ഇതിലേതാണ് കറക്റ്റ് എന്നുള്ള ഒരു സൈഡിലേക്ക് അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് ആ ആൻസർ ഇവിടെ ഏതാണെന്ന് നോക്കിയിട്ട് OMR ഷീറ്റിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ തെറ്റ് വരില്ല. മനസ്സിലായോ? So which is correct about preterm labor? എന്താണ് preterm labor? Reduce infection. Of course, infection reduce ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് preterm labor കുറയ്ക്കാൻ പറ്റും. സ്റ്റീറോയിഡ്സ്, അടുത്ത ഓപ്ഷൻ എന്താണ്? സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യുക. അതും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തിനാ? ബേബിയുടെ ലങ് മെച്യൂരിറ്റി ആവുന്നില്ലല്ലോ പ്രീടേമിന്. അപ്പോൾ നമ്മളത് സർഫാക്ടൻ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടോക്കോലൈറ്റിക്സ് അവോയ്ഡ് ചെയ്യുക ആണോ? അല്ല, ആക്ച്വലി it's a kind of management. You can't avoid tocolytics here in preterm labor. So the correct answer is A and B option. Next question, which of the following includes mismanaged third stage of labor? Kneading and fiddling of the uterus. Uterusനായിട്ട് fiddle ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനായിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുക. Delivery of placenta after its separation, pulling the cord. കോഡ് വലിച്ചിട്ട് പ്ലാസൻ്റെനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതിലേതാണ് മിസ്മാനേജ്മെൻറ്റ്? ഓക്കെ, ആ വാക്കും മിസ്സായി പോകരുത്. മിസ്മാനേജ്മെൻറ്റ് മിസ് ചെയ്തു പോകരുത് നിങ്ങൾ ദയവ് ചെയ്ത്. അപ്പം മിസ്മാനേജ്മെൻറ്റ് ഇതിലേതാണ് മിസ്മാനേജ്മെൻറ്റ്? നമ്മൾ യൂട്രസിനായിട്ട് ഫിഡിൽ ചെയ്യുമോ, അല്ലെങ്കിൽ ഫിഡിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് അതിനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഞെക്കി അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി അനാവശ്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഫിഡിലിംഗ്. നീഡിങ് എന്ന് പറഞ്ഞാൽ കുഴയ്ക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത്, നീഡിങ്. സോ അനാവശ്യമായിട്ട് നമ്മൾ യൂട്രസിനായിട്ട് ഫിഡിൽ ചെയ്യുന്നത് is a mismanagement. Okay, so this is one mismanagement. Then delivery of placenta after its separation, correct ആണോ? അല്ലേ? പ്ലാസൻ്റ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിനെ ഡെലിവറി ചെയ്യാൻ. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ പുള്ളിങ് ദ കോഡ്, അത് ചെയ്യാൻ പാടില്ല ആക്ച്വലി. അപ്പോൾ മിസ്മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്? A and C. അപ്പോൾ ഇവിടെ നോക്കൂ, എയും സി ഉള്ള ഓപ്ഷൻ ഏതാണ്? 3. അപ്പോൾ OMR ഷീറ്റിൽ 3 എന്ന് മാർക്ക് ചെയ്യാം. So the answer is A and C. Kneading and fiddling and pulling the cord has to be avoided because why? Because it increases the risk of postpartum hemorrhage or uterine inversion. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യരുതെന്ന് പറയുന്നത്. Next one, what are the probability factors for anti-fertility treatment of intrauterine device? ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും എന്താണ് ചോദ്യം? എന്താണ്? ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കൺസീവ് ചെയ്യാത്തത്? അതാണ് ചോദ്യത്തിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. സോ ആൻറ്റി ഫെർട്ടിലിറ്റി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ? ഓർ വാട്ട് ഈസ് ദ മെക്കാനിസം ബിഹൈൻഡ് ദി ആക്ഷൻ ഓഫ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഇൻ പ്രിവെൻറ്റിംഗ് പ്രഗ്നൻസി? ഓക്കെ, എന്താണ്? എൻഡോമെട്രിയൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ഡിക്രീസ്ഡ് ട്യൂബൽ മോട്ടിലിറ്റി, എൻസൈമാറ്റിക് ഇൻ്റർഫിയറൻസ്. ഇതിലേതാണ് ഉത്തരം? എൻഡോമെട്രിയൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ഡിക്രീസ്ഡ് ട്യൂബൽ മോട്ടിലിറ്റി, എൻസൈമാറ്റിക് ഇൻ്റർഫിയറൻസ്. എ കറക്റ്റ് ആണോ? എ കറക്റ്റ് ആണ്. ബി കറക്റ്റ് ആണോ? ഡിക്രീസ്. ഇപ്പം നമ്മൾ ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഇട്ട് കഴിഞ്ഞാൽ ട്യൂബൽ മോട്ടിലിറ്റി കുറയുമോ? ഇല്ല. മൂന്നാമത്തതോ? എൻസൈമാറ്റിക് ഇൻ്റർഫിറൻസ്. യെസ്, ദറ്റ് ഈസ് a correct answer. So ഇവിടെ എയും സിയുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിലേതാണ് ഓപ്ഷൻ? എ ആൻഡ് സി. ഇറ്റ് ഈസ് 3. So let's look at the answer. Answer is 3. Next one, which of the following is
is the dangerous placenta previa. Placenta previa എന്താ നമ്മൾ പറഞ്ഞു? പ്ലാസെന്റ സെർവിക്സിന്റെ മുകളിൽ ഇങ്ങനെ ലൈ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഏതാണെന്ന്? ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 2 posterior placenta previa. ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആണ്, 2023 ചോദിച്ചിട്ടുള്ളതാണിത്. Type 3 placenta previa, that is, it is also called as complete ആ ഓസിനെ കവർ ചെയ്യുന്നതാണ്. That is called as complete placenta previa. അപ്പോൾ ടൈപ്പ് 1ന്റെ വേറൊരു പേര് എന്താണ്? ലോ ലയിങ് പ്ലാസെന്റ വിച്ച് ഇസ് നിയർ ദ സെർവിക്സ്, പക്ഷെ ഓസിനെ കവർ ചെയ്യില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് വജൈനൽ ഡെലിവറി പോസിബിൾ ആണ് ഇതിൽ. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? മാർജിനൽ പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ടച്ച് ദ എഡ്ജ് ഓഫ് ദിസ് ഇന്റേണൽ ഓസ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് കവർ ഇറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോർമൽ ഡെലിവറി വജൈനൽ ഡെലിവറി അറ്റംപ്റ്റ് ചെയ്യുവാണെങ്കിൽ ടൈപ്പ് 1നെക്കാട്ടിലും കൂടുതൽ റിസ്ക് ആണ്, റിസ്ക് ഫോർ ബ്ലീഡിങ്. ടൈപ്പ് 3 ആണെങ്കിൽ പാർഷ്യൽ ഓർ കംപ്ലീറ്റ്, it could be a partially covered or more than 50%. Type 3 is completely covering the cervical os or internal os. Very high risk of hemorrhage. So usually we perform a cesarean section. Then type 2 posterior placenta previa എന്ന് പറയുന്നത് തന്നെ ടൈപ്പ് 2 നേരത്തെ പറഞ്ഞ പോലത്തെ അതേ സെയിം കണ്ടീഷൻ, പക്ഷേ ഇത് പോസ്റ്റീരിയർ പോർഷനിൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ യൂട്രൈൻ വാളിൽ അറ്റാച്ച്ഡ് ആണ് നമ്മുടെ പ്ലാസെന്റ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയറിനെക്കാട്ടിലും കൂടുതലും ബ്ലീഡിങ്ങിന് കൂടുതൽ റിസ്ക് ആണ് പോസ്റ്റീരിയർ, ടൈപ്പ് 2 പോസ്റ്റീരിയർ. വൈ? ബിക്കോസ് ഓഫ് ദി പുവർ കൺട്രാക്ടിലിറ്റി ഓഫ് ദ പോസ്റ്റീരിയർ വാൾ. ഓക്കെ, സോ ഇത് ആണ് മറ്റ് ഓപ്ഷൻസിൻ്റെ അനാലിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്ലാസിക് ലീഷൻ ഓഫ് പെൽവിക് എൻഡോമെട്രിയോസിസ്? പെൽവിക് എൻഡോമെട്രിയോസിസിൽ നമുക്ക് ക്ലാസിക്കലി ലാപ്രോസ്കോപ്പിക്കലി ഇതിൽ ഏത് ഫൈൻഡിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? പൗഡർ ബേൺസ്, പെൽവിക് പെരിറ്റോണൈറ്റിസ്, അഡ്ഹെഷൻ, നോഡ്യൂൾസ്. അപ്പോൾ പെൽവിക് എൻഡോമെട്രിയോസിസിൽ നമുക്ക് കാണുന്ന ഒരു ഫൈൻഡിങ് ആണ് പൗഡർ ബേൺസ്. പൗഡർ ബേൺസ് എന്താണ്? പൗഡർ ബേൺസ് സ്മോൾ ഡാർക്ക് ഗൺ പൗഡർ or blueberry spots on the peritoneum. ചെറിയ കുഞ്ഞു സ്പോട്ട്സ്, ഗൺ പൗഡർ വിതറിയതുപോലത്തെ ചെറിയ സ്പോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും പെരിറ്റോണിയത്തിൽ. അതുകൊണ്ടാണ് അതിനെ ഗൺ പൗഡർ സ്പോട്ട്സ്, പൗഡർ ബേൺസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ലുക്സ് ലൈക്ക് ഗൺ പൗഡർ. സോ ഇറ്റ് ഈസ് എക്ടോപിക് എൻഡോമെട്രിയൽ ടിഷ്യൂ വിത്ത് സൈക്ലിക്കൽ ബ്ലീഡിംഗ് ആൻഡ് ഹീമോസിഡ്രിൻ ഡെപ്പോസിഷൻ. അപ്പോൾ അവിടെ എക്ടോപിക് ആയിട്ടുള്ള എൻഡോമെട്രിയൽ ടിഷ്യൂസ് എല്ലാം അവിടെ ബ്ലീഡ് ചെയ്തിട്ട് ഹീമോസിഡ്രിൻ്റെ ഡെപ്പോസിറ്റ് ആണ് ഈ നമുക്ക് ബ്ലാക്ക് ചെറിയ സ്പോട്ട്സ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ദേ ആർ ആക്ച്വലി സൂപ്പർഫിഷ്യൽ പൗഡർ ബേൺ ഇൻഡിക്കേറ്റ്സ് ഏർലി എൻഡോമെട്രിയോസിസ്. അപ്പോൾ നമ്മൾ പെരിറ്റോണിയത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനത്തെ പൗഡർ ബേൺസ് ഉണ്ടെങ്കിൽ അത് ഏർലി എൻഡോമെട്രിയോസിസിനെ കാണിക്കുന്നു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ് നമുക്ക് അഡ്ഹെഷൻസ്, നോഡ്യൂൾസ് ഒക്കെ കാണാൻ സാധിക്കും. ഓക്കെ, സോ എൻഡോമെട്രിയോസിസിൽ, പെൽവിക് എൻഡോമെട്രിയോസിസിൽ നമുക്ക് ചെറിയ ഗൺ പൗഡർ വിതറിയതുപോലെ ബ്ലാക്ക് സ്പോട്ട്സ് കാണുന്നു പെരിറ്റോണിയത്തിൽ. അതെന്താണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അവിടെയുള്ള എക്ടോപിക് ടിഷ്യൂസ്, എക്ടോപിക് എൻഡോമെട്രിയൽ ടിഷ്യൂ ബ്ലീഡ് ചെയ്തിട്ട് ഹീമോസിഡ്രിൻ്റെ ഡെപ്പോസിഷനാണ് ഇങ്ങനെ പൗഡർ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.